ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാനസ് ക്യാപ്ചറിങ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഹൗ ഐ ലോസ് 24 kg ഇൻ 7 months എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുന്നു, കാരണം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അധികം വലിച്ചു നീട്ടാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് വെയിറ്റ് ലോസിന് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, ഞാൻ കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് തീർക്കാം. ഓക്കെ. അപ്പോൾ എന്നൊരു ആദ്യത്തെ എക്സ്പീരിയൻസ് പറയുന്നത്, ഞാൻ പണ്ട് മുതലേ കുട്ടിക്കാലം മുതലേ കുറച്ച് തടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ എൻ്റെ ഒരു മൈൻഡിൽ ഈ പണ്ട് മുതലേ തടിയുള്ള ആൾക്കാർ തടി കുറയില്ല എന്നൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു എനിക്ക്. അതുപോലെ ഈ പെട്ടെന്ന് തടി വെക്കുന്നവരുണ്ട്, അതായത് പണ്ട് തടി ഇല്ലാത്തവർ പിന്നെ തടി വെക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് വെയിറ്റ് ലോസ് എളുപ്പമാണ്, നമ്മളെ വെയിറ്റ് കുറയില്ല എന്നൊരു മൈൻഡാണ്. കാരണം ഞാൻ കുട്ടിക്കാലം മുതലേ കുറച്ച് ചബ്ബിയായിട്ടുള്ള പേഴ്സണാണ്. അപ്പോൾ ഇപ്പോഴും ഞാൻ ചബ്ബിയാണ്, എൻ്റെ ഫേസ് കുറച്ച് വണ്ണമുള്ളൊരു കൂടുതലാണ് ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ കുറച്ചും കൂടി ഒരു വെയിറ്റ് ഉള്ള പോലെ തോന്നിക്കും. ഞാനൊരു 80 kg ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 56 ആണ്. അപ്പോൾ ഞാൻ 7 months കൊണ്ടാണ് കുറച്ചത്. അപ്പോൾ ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിന് വെയിറ്റ് ലോസിന് താല്പര്യമുള്ളവരാണെങ്കിൽ അവർക്കൊരു ഇൻസ്പിറേഷൻ ഇൻട്രസ്റ്റ് ഒക്കെ ആണെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ യൂസ് ചെയ്ത ഡയറ്റ് എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ്. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നിങ്ങൾക്ക് കൂടുതൽ അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഒരുപാട് വീഡിയോസ് യൂട്യൂബിലുണ്ട്, നിങ്ങൾക്ക് അത് ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഫോളോ ചെയ്തത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ്. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഡയറ്റ് അല്ല, ഒരു ടൈം മാനേജ്മെൻ്റ് ആണ്. അതിൽ പല ടൈം മാനേജ്മെൻ്റ് ഉണ്ട്. 12 hours ഈറ്റിംഗ്, 12 hours ഫാസ്റ്റിംഗ്, അങ്ങനെ ടൈം ഉണ്ട്. അതുപോലെ 16 hours ഫാസ്റ്റിംഗ്, 8 hours ഈറ്റിംഗ്, അങ്ങനെ ഒരു വിൻഡോ ഉണ്ട്. അങ്ങനെ ഒരുപാട് വിൻഡോസ് അവൈലബിൾ ആണ്. നമ്മളതനുസരിച്ച് നമുക്ക് അത് ഫോളോ ചെയ്യാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്തത് 16:8 റേഷ്യോ ആണ്. അതായത് 16 hours ഫാസ്റ്റിങ്ങും 8 hours ഈറ്റിംഗ് എന്നുള്ളൊരു വിൻഡോ ആണ് ഞാൻ സെലക്ട് ചെയ്തത്. അതിൽ ഞാൻ തിരഞ്ഞെടുത്ത ടൈം എന്ന് പറയുന്നത് 9 to 5 അങ്ങനെയാണ്. അതായത് 9 മണിക്ക് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ അങ്ങനെ ഈറ്റിംഗ് ഉള്ളൊരു വിൻഡോ ആണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ മെയിനായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരുപാട് ഡയറ്റ് അതിന് മുന്നേ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒക്കെ ഫ്ലോപ്പ് ആയിട്ടുള്ളൂ. കാരണം അതിലൊക്കെ ഭയങ്കര റെസ്ട്രിക്ഷൻ ആണ്. ചോറ് കഴിക്കരുത്, ഗോതമ്പ് മാത്രം കഴിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ നമ്മൾ വറുത്തത് അങ്ങനത്തെ സാധനങ്ങളും കഴിക്കരുത്, ഫുൾ ഓയിലൊന്നും യൂസ് ചെയ്യാത്തത് കഴിക്കണം, അങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉള്ള ഡയറ്റ് ആയിരുന്നു. പക്ഷെ എനിക്ക് അതൊന്നും പറ്റില്ല. കാരണം ഞാൻ ഓൾറെഡി നല്ലൊരു ഫുഡി ആണെങ്കിൽ നല്ല ഫുഡ് ആസ്വദിച്ച് കഴിക്കുന്ന ഒരാളാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു ഫുഡ് ഞാൻ നിർത്താനെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റൂല. ഓക്കെ. അപ്പം നമ്മൾ എന്ത് ഡയറ്റ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ പെട്ടെന്ന് ആ ബോഡിക്ക് ഒരു ഷോക്ക് കൊടുക്കാതെ മെല്ലെ മെല്ലെ പതുക്കെ സ്ലോലി അതിലേക്ക് മാറാൻ നോക്കുക. അതാണ് ഏറ്റവും നല്ലത്. അപ്പം ഞാൻ ആദ്യം ചെയ്തത് എന്താ വെച്ചാൽ, അപ്പം രാവിലെ 4 അപ്പമാണ് കഴിക്കുന്നതെങ്കിൽ അത് 4 കുറച്ചിട്ട് 3 ആക്കി, പിന്നെ 2 ആക്കി, അങ്ങനെ നമ്മൾ കുറച്ച് കൊണ്ടുവരിക. അതാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. അങ്ങനെ നമ്മൾ സ്ലോലി നമ്മൾ എന്ത് ചെയ്യുക, ബോഡീനെ അതിനായിട്ട് ഒരു പൊരുത്തപ്പെടാനുള്ള ടൈം കൊടുക്കുക. അതായത് നമ്മൾ പെട്ടെന്ന് ഡയറ്റ് ചെയ്യുകയാണെങ്കിൽ അതും ബോഡി ആയിട്ട് പൊരുത്തപ്പെടാൻ കഴിയില്ല. അപ്പം നമ്മൾ പെട്ടെന്ന് ഗീവപ്പ് ചെയ്യും. ഓക്കെ. നമ്മളെ കൊണ്ട് കഴിയില്ല, അതാണ് സംഭവം. അപ്പം ഞാൻ രാവിലെ ഇപ്പോൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ അങ്ങനെ മെല്ലെ മെല്ലെയാണ് ഞാൻ സ്ലോലി ആണ് ഞാൻ ബോഡി ആയിട്ടൊരു ഒരു ഇത് വരാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ രാവിലെ ഫുഡ് കഴിക്കുമ്പോൾ ഇപ്പം എല്ലാം കഴിക്കും, ഞാൻ എല്ലാം കഴിച്ചിരുന്നു. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന എല്ലാ ഫുഡും നമുക്ക് കഴിക്കാം. നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ക്വാണ്ടിറ്റി നോക്കിയാൽ മതി. അതായത് കലോറി ഡെഫിസിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡയറ്റാണ് ഏറ്റവും നല്ലത്. അതായത് നമുക്ക് എല്ലാം കഴിക്കാം, അതിൻ്റെ ക്വാണ്ടിറ്റി നമ്മളൊന്ന് നോക്കിയാൽ മതി. ഇപ്പം നമ്മൾ രാവിലെ അപ്പാണെങ്കിൽ 2 അപ്പം കഴിക്കുക, അത് കൂടുതൽ കറി എടുക്കാൻ നോക്കുക. അതുപോലെ പ്രോട്ടീൻ എന്തെങ്കിലും ഒരു പ്രോട്ടീൻ ആഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് വയറ് ഫില്ലായിട്ട് കഴിക്കും. പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് നോക്കിയാൽ മതി. അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എപ്പോഴും പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യാൻ നോക്കുക. എല്ലാ മീലിൻ്റെ കൂടെയും പ്രോട്ടീൻ മസ്റ്റാണ്. കാരണം പ്രോട്ടീൻ നമുക്ക് വിശപ്പ് കൺട്രോൾ ചെയ്യാനും അതുപോലെ നമുക്ക് വയറ് ഫില്ലായിട്ട് കിടക്കാനും പ്രോട്ടീൻ അടിപൊളിയാണ്. അപ്പം നിങ്ങൾ എപ്പോഴും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ നോക്കുക. പ്രോട്ടീൻ ഇപ്പോൾ നമുക്ക് പറഞ്ഞാൽ അറിയാം, മുട്ട, ചിക്കൻ, മീൻ,
അങ്ങനെ ഇറച്ചി ഐറ്റംസ് ഒക്കെ പ്രോട്ടീനാണ്. അതുപോലെ കടല, പയർ, ഇതിലൊക്കെ പ്രോട്ടീൻ ഉണ്ട്. അപ്പം നമ്മൾ ഈ പ്രോട്ടീൻ കൂടുതൽ കഴിക്കാൻ നോക്കുക. തടി കുറക്കാൻ നോക്കുന്ന ആളാണെങ്കിൽ കാർബ്സ് കുറച്ചിട്ട് പ്രോട്ടീൻ കൂടുതൽ കഴിക്കാൻ നോക്കുക. നമുക്കറിയാം കാർബ്സ് വേണം, ഓക്കെ, കാർബ്സ് വേണം. നമ്മൾ ഡയറ്റ് ആണെന്ന് വിചാരിച്ചിട്ട് കാർബ്സ് ടോട്ടലി അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, അത് സ്ട്രോങ് ആണ്. കാരണം നമുക്ക് എനർജിക്ക് കാർബ്സ് വേണം. അപ്പോൾ കാർബ്സ് നമ്മൾ 2 മീലെങ്കിലും കഴിക്കാൻ നോക്കുക, ഓക്കെ. നമുക്ക് എനർജിക്ക് കാർബ്സ് വേണം. അപ്പം ഞാൻ രാവിലെ വീട്ടിലുണ്ടാക്കുന്ന എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞാൻ കഴിച്ചിരുന്നത്. രാവിലെ ആണെങ്കിൽ ഞാൻ അപ്പാണെങ്കിൽ 2 അപ്പം കഴിക്കും. പിന്നെ കറി ചെറുപയർ കറി, കടലക്കറി, അങ്ങനെ കറികളാണ് കൂടുതൽ കഴിക്കൽ. കൂടുതൽ ഞാനത് എടുക്കാൻ നോക്കും. പിന്നെ വിശപ്പ് തീരുന്നവരെ, വയറ് ഫുള്ളാകുന്ന വരെ കറികൾ തോനെ കഴിക്കാൻ നോക്കും. പിന്നെ നല്ല മുട്ട പുഴുങ്ങിയതോ പൊരിച്ചതൊക്കെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യും. പ്രോട്ടീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യും. അപ്പോൾ നമുക്കൊരു വയറ് ഫില്ലായ പോലെ തോന്നും. പിന്നെ നെക്സ്റ്റ് ഞാൻ ഉച്ചക്കാണ് പിന്നെ ഫുഡ് കഴിക്കൽ. ഫുഡ് കഴിക്കുമ്പോൾ ചോറാണെങ്കിൽ ഒരു ചോറ് മാത്രം കഴിക്കും. പിന്നെ കൂടുതൽ ഉപ്പേരി കഴിക്കാൻ നോക്കും. അതുപോലെ കറികളാണെങ്കിൽ അതിൻ്റെ കഷ്ണങ്ങൾ കൂടുതൽ കഴിക്കാൻ നോക്കും. അപ്പോൾ സാമ്പാറാണെങ്കിൽ നല്ലോണം വെജിറ്റബിൾസ് ഉണ്ടാവില്ല, അപ്പം വെജിറ്റബിൾസ് കൂടുതൽ ഞാൻ കഴിക്കാൻ നോക്കും. അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്തെങ്കിലും പ്രോട്ടീൻ ഞാൻ ആഡ് ചെയ്യാൻ നോക്കും. മുട്ട അല്ലെങ്കിൽ ഇറച്ചിയോ മീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ചിക്കൻ നല്ലതാട്ടോ, ചിക്കൻ എപ്പോഴും നമുക്ക് കഴിക്കാം. ചിക്കൻ നല്ലൊരു എന്താ പറയുക പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണ്, അപ്പോൾ അത് കഴിക്കാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാൻ പ്രോട്ടീൻ കഴിക്കാൻ നോക്കും. അതുപോലെ നല്ലോണം ഇലക്കറികൾ കഴിക്കുക, നല്ലോണം പ്രോട്ടീൻ കഴിക്കുക, അതുപോലെ ഉപ്പേരി വെച്ചത് നല്ല കഴിക്കുക, അങ്ങനെ എല്ലാം അങ്ങനെയാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പം ഞാനൊരു 7 മന്തിലാണ് വെയിറ്റ് കുറച്ചത്. അപ്പോൾ എല്ലാവർക്കും ആ 7 മന്തിലാണ് വെയിറ്റ് കുറക്കാൻ പറ്റുള്ളൂ. ചിലർക്ക് നേരത്തെ കുറയും, ചിലർക്ക് കുറച്ചും കൂടി വൈകിട്ട് കുറയും. അത് ഓരോരുത്തരുടെ ബോഡി ടൈപ്പ് അനുസരിച്ചിട്ടാണ്. നമ്മൾ ഈ ഡയറ്റിൻ്റെ ഒക്കെ ഒരു കീ എന്ന് പറയുന്നത് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യാന്നാണ്. ഇപ്പോൾ ഒരു ദിവസം നമ്മൾ ബിരിയാണി കഴിച്ചിട്ട് നമുക്കതിന് റിഗ്രറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നെക്സ്റ്റ് മീലിൽ നമ്മളത് എന്ത് ചെയ്യാം, അത് തിരിച്ച് പിടിക്കാൻ നോക്കുക. അതാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് എല്ലാം കഴിക്കാം. അപ്പോൾ എനിക്ക് എല്ലാം കഴിക്കാൻ പറ്റില്ല എന്നുള്ള പ്രശ്നമല്ല, എല്ലാം കഴിച്ചിരുന്നു. ബിരിയാണിയൊക്കെ ഞാൻ കഴിച്ചിരുന്നു. അപ്പോൾ ബിരിയാണി കഴിക്കുകയാണെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് നല്ല ബിരിയാണി കഴിക്കുകയാണെങ്കിൽ ഞാൻ പിറ്റത്തെ മീൽ ഞാൻ എന്തെങ്കിലും ഫ്രൂട്ട്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാനത് എന്താ പറയുക ഒരു ബാലൻസ് ചെയ്തിട്ട് കൊണ്ടുപോയിരുന്നു. അതാണ് ഞാൻ മെയിനായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളത്. കലോറി ഡെഫിസിറ്റ് ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ നോക്കുക. എല്ലാം കഴിക്കാം, ഡയറ്റിലെല്ലാം കഴിക്കുക. ഞാൻ എല്ലാം കഴിച്ചിരുന്നു. ഞാൻ മെയിനായിട്ട് ആദ്യമൊക്കെ 2 മീലാണ് മെയിനായിട്ട് കഴിച്ചിരുന്നത്. പിന്നെ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പിറ്റത്തെ മീല് ഫ്രൂട്ട്സോ പ്രോട്ടീനോ അങ്ങനെ എന്തെങ്കിലുമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ എല്ലാം കഴിച്ചിരുന്നു. പിന്നെ ഓരോരുത്തർ വെയിറ്റ് ചിലർക്ക് പെട്ടെന്ന് കുറയും, ചിലർക്ക് കുറച്ച് ടൈം എടുക്കും. ഞാൻ ഒരു എക്സസൈസും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് എക്സസൈസ് ചെയ്യാൻ നല്ല മടിയാണ്. നടക്കുക അല്ലെങ്കിൽ കാർഡിയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ പിന്നെ എക്സസൈസ് ചെയ്യണം, പക്ഷെ ഞാൻ എക്സസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് എക്സസൈസ് ചെയ്യാൻ മടിയായിരുന്നു. ഞാൻ എക്സസൈസ് ചെയ്യാതെയാണ് 24 kg ഞാൻ കുറച്ചിട്ടുള്ളത്, ഓക്കെ. ഞാൻ ഒരു എക്സസൈസ് ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ നമ്മൾ വെയിറ്റ് ലോസിൻ്റെ മെയിൻ എന്ന് പറയുന്നത് 80% ഫുഡാണ്. പിന്നെ 20% ആണ് അവിടെ എക്സസൈസിൻ്റെ ഒരു ഇത് വരുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് നടക്കാം, ചെറിയ എക്സസൈസ് വീട്ടിൽ ചെയ്യാം, കാർഡിയോ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ എനിക്ക് മടിയായ കാരണമാണ് ചെയ്യാത്തത്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ടൈം എടുത്തത്. ഇപ്പോൾ എക്സസൈസും കൂടി എൻ്റെ കൂടെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി നേരത്തെ വെയിറ്റ് ലോസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ എക്സസൈസ് ചെയ്യാനുള്ള മടി കാരണമാണ് ഞാൻ ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് അത് വെയിറ്റ് ലോസ് ഉണ്ടാവും. പിന്നെ മസ്റ്റായിട്ട് നോക്കേണ്ടത് ഷുഗർ കട്ട് ചെയ്യണം. ഒരു ചായ കുടിക്കുന്ന ചായ ഒരു കലോറിയും അതുപോലെ നമ്മൾ വേറെ എന്തെങ്കിലും ചപ്പാത്തി തിന്നുന്ന കലോറി ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ചായ അങ്ങനത്തെ സാധനങ്ങൾക്ക് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കലോറി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല, ഓക്കെ. അപ്പോൾ നമ്മൾ മധുരം എന്തായാലും ഒഴിവാക്കുക. അപ്പോൾ തന്നെ നമുക്കൊരു മാസം കൊണ്ട് നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റും. നമ്മുടെ ഫേസിലെ ഫാറ്റൊക്കെ ഒന്ന് കുറഞ്ഞ് വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഞാൻ എന്തായാലും എൻ്റെ അതിന് മുന്നുള്ള എങ്ങനെയായിരുന്നു ഞാനുള്ളത് ഇവിടെ കാണിക്കാം. ഫോട്ടോസ് ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും ഞാൻ എത്രത്തോളം തടി കുറഞ്ഞിട്ടുണ്ടെന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ ഞാൻ 80 kg ഉണ്ടായപ്പോൾ ഉള്ള ഫോട്ടോസാണ്. അത് പോസ്റ്റ് ഡെലിവറി ശേഷമാണ് ഞാൻ എന്നെ കുറച്ച് വണ്ണം കൂടിയത്. അപ്പോൾ പിന്നെ അബ്രോഡൊക്കെ പോയപ്പോൾ കുറച്ചധികം വണ്ണം കൂടി. ആ ടൈമിലുള്ള ഫോട്ടോസാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഞാനിപ്പോൾ വീഡിയോ കാണുമ്പോൾ കുറച്ച് ചബ്ബി ആയിട്ടാണ്. അത് ഈ ഫേസിൽ കുറച്ച് വണ്ണമുള്ള കാരണം അത് കുറച്ചുകൂടി എൻഹാൻസ് ചെയ്ത് കാണിക്കുന്നതുകൊണ്ടാണിത്. അപ്പോൾ അങ്ങനെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഞാൻ എന്തായാലും കമൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ടോ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ഡയറ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ കീ എന്ന് പറയുന്നത് കണ്ടിന്യൂറ്റിയാണ്.
നമ്മളിപ്പോൾ ഒരു ദിവസം ഒരു പായസം കുടിച്ചു എന്നോ അല്ലെങ്കിൽ ഒരു ബിരിയാണി കഴിച്ചിട്ട് ഒരു പ്രശ്നമില്ല. പിറ്റത്തെ മീൽ നമ്മൾ എങ്ങനെ ഗീവ് അപ്പ് ചെയ്യാതെ എങ്ങനെ ബാലൻസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം ഇരിക്കുന്നത്. ഓക്കെ, കണ്ടിന്യൂറ്റിയാണ്. നമ്മൾ കീപ് മൂവ് ഓൺ ചെയ്യുന്നത്. നമ്മൾ എത്ര ചിലർ പറയും വെയിറ്റ് കുറച്ചിട്ടൊന്നും കാര്യമില്ല, എന്നെ കൊണ്ട് ആവില്ല എന്നൊക്കെ പറയുന്നത്. പക്ഷെ നമുക്ക് അവർക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കണം എന്നെ കൊണ്ട് കഴിയും. പിന്നെ നമുക്ക് നമ്മുടെ ഒരു ബെറ്റർ വേർഷൻ അല്ലെങ്കിൽ ബെറ്റർ വേർഷൻ അല്ല, അങ്ങനെ തടിയില്ലാത്ത ടൈമിൽ എങ്ങനെ ആയിരിക്കും നമുക്ക് ലൈഫിലൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതല്ലേ. അത്രയേ ഉള്ളൂ. ഞാൻ അങ്ങനെയാണ്. നമുക്ക് കോൺഫിഡൻറ്റ് ഉണ്ടാവും, എല്ലാ ഡ്രസ്സും നമുക്ക് ഇടാം. എന്ന് ആലോചിച്ച് നോക്ക്, അവർ നമ്മുടെ മുന്നിൽ, അതായത് അവൾ തടി കുറയില്ല, അവൾ അങ്ങനെ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ അവൾക്ക് അങ്ങനെ എന്നുള്ള അവരുടെ മുന്നിൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നതിൻ്റെ ഒരു ബിഗ് ഡീലാണ്. നമ്മളെ കൊണ്ട് കഴിയും. ഈ ലോകത്ത് വെയിറ്റ് കുറക്കാൻ പറ്റാത്ത ഒരാളുമില്ല. ഓക്കെ, നമ്മൾ അതെങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഞാൻ എന്തായാലും വേറെ വീഡിയോ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.